വികസിപ്പിച്ചുകൊണ്ടുമിരിക്കുന്നു. സുരക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, തന്ത്രപരമായും ഈ പരീക്ഷണ ദൗത്യങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നവയുമാണ്. ഈ ആയുധങ്ങൾ രാജ്യത്തെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന ബാഹ്യ ഭീഷണികളിൽ നിന്ന് രാജ്യത്തെ കാക്കുകയും ഒരു സംരക്ഷണ കവചമായി വർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിന്റെ നട്ടെല്ലായ ബ്രഹ്മോസ് മിസൈൽ അതിന് മികച്ച ഉദാഹരണമാണ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ദൂരപരിധി 290-700 കിലോമീറ്റർ വരെയാണ്. വേരിയന്റിനെ ആശ്രയിച്ച് ഏറ്റവും പുതിയ നവീകരണങ്ങൾക്കൊപ്പം ഈ ദൂരപരിധി 1500 കിലോമീറ്റർ വരെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ്. ഈ മിസൈലിന്റെ വേഗത മാക് 3.0 ആണ്. അതായത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ ആണ് ഇത് സഞ്ചരിക്കുക. ഏകദേശം 3704 കിലോമീറ്റർ വേഗതയിൽ നീങ്ങുന്ന ഈ മിസൈലിന്റെ ഭാരം 3000 കിലോഗ്രാം ആണ്. കൂടാതെ ഇതിന് ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. കടൽ, വായു, കര എന്നിവയുൾപ്പെടെ എവിടെ നിന്നും മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും. റഡാറിൽ നിന്ന് രക്ഷപ്പെടാൻ 3-4 മീറ്റർ ഉയരത്തിൽ പറക്കാനും പറക്കലിന്റെ മധ്യത്തിൽ ദിശ മാറ്റാനും ഇതിന് കഴിയും എന്നതാണ് ഇതിന്റെ സവിശേഷത. ഇനി ഇന്ത്യക്ക് നിരന്തരം ഭീഷണിയാകുന്ന പാകിസ്ഥാനിലേക്ക് എത്താനെടുക്കുന്ന സമയം പരിഗണിക്കുകയാണെങ്കിൽ 2022 ഇന്ത്യ ഹരിയാനയിലെ അംബാലയിൽ നിന്ന് അബദ്ധത്തിൽ ബ്രഹ്മോസ് വിക്ഷേപിച്ചപ്പോൾ അത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഗനേവാളിൽ പതിച്ച കാര്യം ആദ്യം ഓർക്കണം. പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ എയർവൈസ് മാർഷൽ താരിഖ് സിയയുടെ അഭിപ്രായത്തിൽ ഈ മിസൈൽ 3 മിനിറ്റും 44 സെക്കൻഡും കൊണ്ട് ആണ് 124 കിലോമീറ്റർ ദൂരം പിന്നിട്ടത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ദൂരം ഏകദേശം 801 കിലോമീറ്റർ ആണ്. അതിന്റെ വേഗത മണിക്കൂറിൽ 3704 കിലോമീറ്റർ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്താൻ മിസൈൽ ഏകദേശം 12 മുതൽ 13 മിനിറ്റ് വരെ മാത്രമാണ് എടുക്കുക. അതായത് പാകിസ്ഥാന് ഒന്ന് അനങ്ങാൻ പോലും സമയം കിട്ടില്ല എന്നാണ് സാരം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ്. അതിന്റെ സൂപ്പർസോണിക് വേഗത, കൃത്യത, ശത്രു റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാനുള്ള കഴിവ് എന്നിവ ഇതിനെ അജയ്യമാക്കുന്നു. ഇന്ത്യയുടെ സായുധ സേനയുടെ ആർമി, നാവികസേന, വ്യോമസേന എന്നീ 3 ശാഖകളിലും ഈ മിസൈൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി ലോകം കണ്ടുകഴിഞ്ഞു. പാകിസ്ഥാനെതിരെയും അത് പിന്തുണയ്ക്കുന്ന ഭീകരതയ്ക്കെതിരെയും ശക്തമായ ആക്രമണം നടത്താൻ ഇന്ത്യ ഈ മിസൈൽ ഉപയോഗിച്ച് ജെയ്ഷെ, ലഷ്കർ എന്നീ ഭീകരതാവളങ്ങൾ ലക്ഷ്യമിട്ടു. ഇപ്പോൾ ബ്രഹ്മോസിന് ശേഷം ഇന്ത്യ ഒരു പുതിയ മിസൈൽ കൂടി വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ബ്രഹ്മോസിനെ തന്നെ തടുക്കാൻ പാടുപെടുന്ന പാകിസ്ഥാന് അതിലും വീര്യം കൂടിയ ഒന്നിനെ എങ്ങനെയാണ് തടയാനാവുക എന്നത് കണ്ടറിയണം. ബ്രഹ്മോസിനേക്കാൾ വിനാശകരമായ ശക്തിയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണിത് എന്നത് ശത്രുക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിക്കുന്നതിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വളരെ കാലമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മുൻ DRDO മേധാവിയും മുതിർന്ന ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സുധീർ കുമാർ മിശ്ര ഇന്ത്യ ഉടൻ തന്നെ ഈ ഹൈപ്പർസോണിക് മിസൈൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പരാമർശിച്ചു. അതിന്റെ എഞ്ചിൻ വിജയകരമായി രാജ്യം പരീക്ഷിച്ചു കഴിഞ്ഞു. ഹൈപ്പർസോണിക് മിസൈലുകൾ തടയാനുള്ള സാങ്കേതിക വിദ്യ തിരഞ്ഞെടുത്ത രാജ്യങ്ങൾക്ക് മാത്രമേ ലഭ്യമാകൂ എന്നതും ഓർക്കണം. റഷ്യ, ചൈന, അമേരിക്ക
എന്നിവയ്ക്കൊപ്പമാണ് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടിയിരിക്കുന്നത്. ഇത് രാജ്യത്തിന് അഭിമാനാർഹമായ നേട്ടമാണ്. 2024 നവംബറിൽ ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് DRDO അതിന്റെ ആദ്യത്തെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. ഹൈപ്പർസോണിക് മിസൈലുകൾ സ്ക്രാംജെറ്റ് എഞ്ചിൻ അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ബ്രഹ്മോസിനേക്കാൾ വേഗതയുള്ളവയായിരിക്കും ഇത്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടിയോ അതിൽ കൂടുതലോ വേഗതയിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ശത്രുവിനെ ആക്രമിക്കും. റഡാറിൽ നിന്ന് ഹൈപ്പർസോണിക് മിസൈലുകളെ തടയുന്നത് അസാധ്യമാണ്. പറക്കുമ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ദിശ മാറ്റാൻ കഴിയും. ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്നാൽ ഇതിനകം പുറത്തുവന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അതിന്റെ ദൂരപരിധി 1500 കിലോമീറ്ററിൽ കൂടുതലാണെന്ന് പറയപ്പെടുന്നു. ചൈനയെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യ വളരെ കാലമായി പ്രതിരോധ തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. മാക് 7-8 വേഗത പ്രതീക്ഷിക്കുന്ന ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് പതിപ്പിലും ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. പരമ്പരാഗത ആയുധങ്ങളും ആണവായുധങ്ങളും വഹിക്കാൻ കഴിവുള്ള ഈ മിസൈലുകൾ അവയെ കൂടുതൽ അപകടകരമാക്കുന്നു. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ച് 100-ലധികം ഭീകരരെ കൊന്നൊടുക്കിയതിന് ദിവസങ്ങൾക്ക് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലുകൾ കൊണ്ട് നശിപ്പിച്ചു എന്നാണ്. ബ്രഹ്മോസ് മിസൈലുകളിൽ നിന്നുള്ള ചലനാത്മകവും കൃത്യവുമായ ആക്രമണങ്ങളുടെ ഫലമായി തായ്ലൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ബ്രസീൽ, ചിലി, അർജന്റീന, വെനിസ്വല, ഈജിപ്ത്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ അണിനിരക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്തല്ലേ നമ്മുടെ ആ ഒരു രാജ്യത്തിന്റെ വികസനങ്ങൾ നിരന്തരം നമ്മൾ ഈ ഓരോ ന്യൂസുകൾ കാണുമ്പോഴും ഇന്ത്യയെ കുറിച്ചിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഇക്കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തെ നമ്മൾക്ക് ഒരുപാട് പുകഴ്ത്തി പറയേണ്ട ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു ആക്രമണം പാകിസ്ഥാന് നേരെ തൊടുത്തുവിട്ടതും. അതും പാകിസ്ഥാന്റെ ഹൃദയഭാഗങ്ങളിൽ നവാസ് ഷെരീഫിന്റെയും ഷഹബാസ് ഷെരീഫിന്റെയും ആ ഒരു നെഞ്ചത്താണ് തുളയിട്ട് കൊടുത്തത്. ഭയങ്കരമായിട്ടുള്ള ആ ഒരു വെല്ലുവിളികൾക്ക് അതിന് പകരം തന്നെയാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാന് നേരെ ആ മിസൈൽ ആക്രമണം നടത്തിയത്.